നമസ്കാരം. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നതിന് ഒരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതിന് ഒരു സംശയവും വേണ്ട, വി.ഡി. സതീശൻ തന്നെ അതിന് അർഹനായിരിക്കും. ഇതോടെ കേരളം കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ് വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസത്തെ സഭയിലെ വിഷയങ്ങൾ വെച്ചാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട, ശ്രീ വി.ഡി. സതീശൻ അതിന് അർഹനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിരുന്നു, സഭ ഇന്നുവരെ കാണാത്ത ചില പ്രത്യേകതകളാണ് കണ്ടിരിക്കുന്നതെന്ന്. അടിയന്തര പ്രമേയത്തിനായി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാകില്ല. മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഒരാരോപണം. RSSുമായി ഇടതുപക്ഷത്തിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം. ഇത് രണ്ടും ചർച്ച ചെയ്താൽ പ്രതിപക്ഷ നേതാവിനെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നും റിയാസ് വ്യക്തമാക്കി. ജനസംഖ്യ അടിസ്ഥാനമാക്കി മലപ്പുറം ജില്ല വേണമെന്ന അഭിപ്രായം ഇടതുപക്ഷത്തിനുണ്ട്. അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് നിന്നത്, പ്രക്ഷോഭം നടത്തിയതും ഈ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ്. പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം സഭയിൽ ആവശ്യമില്ലാത്ത ഷോയും ഡയസിൽ കയറി ബഹളവും നടത്തിയത്? ഇതെല്ലാം തന്നെ സഭാ നടപടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന മുൻകൂട്ടിയുള്ള അജണ്ടയുടെ ഭാഗമായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല.